ധന്യ, നമ്മൾ ഈ പുതിയ ആധുനിക സമൂഹം ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ലെസ്ബിയൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പലരും എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഉന്നതമായി ചിന്തിക്കുന്നു എന്ന് കരുതുന്നവർ പോലും പലരും ഈ ലെസ്ബിയൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇവരെയൊക്കെ അകറ്റി നിർത്തുകയാണ്. അതൊരു വാസ്തവം തന്നെയാണ്. ആ രീതിയിലുള്ള കാഴ്ചപ്പാട് പലർക്കും ഉണ്ട്. പലരും അത് പൊതുമധ്യത്തിൽ തുറന്ന് സമ്മതിക്കാൻ ഇല്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇവരെയൊന്നും അംഗീകരിക്കാൻ പലർക്കും സാധ്യമല്ല. ഇപ്പോൾ ബിഗ് ബോസിൽ അത്തരത്തിൽ ഒരു ലെസ്ബിയൻ ജോഡികൾ ആദിലയും നൂറയും അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളുകാലാത്തവരാണെന്ന് അതിലെ ഒരു കണ്ടസ്റ്റൻ്റ്, അതിലൊരു മത്സരാർത്ഥി ലക്ഷ്മി പറയുന്നു. മോഹൻലാൽ അതിലിടപെട്ട് അതിൽ തിരുത്തൽ വരുത്തുന്നു. ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റും. ഇപ്പോൾ മോഹൻലാൽ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നു, പക്ഷേ അതിലെ മത്സരാർത്ഥി വളരെ ഇടുങ്ങിയ ചിന്താഗതിയിൽ ചിന്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ ഈ ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗം അവരുടെ സ്വത്വം വെളിവാക്കി വലിയ രീതിയിൽ രംഗത്ത് വരുന്നുണ്ട്. സമൂഹം വല്ലാണ്ട് മാറുന്നു. പക്ഷേ ആളുകൾ ഇപ്പോഴും പുറകോട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ഇപ്പോൾ ബിഗ് ബോസിലുണ്ടായത്. തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ അതെന്ത് ഷോയാണ്, എന്ത് പരിപാടിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഗേ ഉണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാവരെയും നമുക്ക് എന്താ പറയുക, എല്ലാവരോടും നമുക്കൊരു നന്നായി ഇടപഴകാൻ കഴിയണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് അതിൽ കൊടുക്കുന്നത്. അതിൽ രണ്ട് കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് ആളുകളാണ് ആദിലയും നൂറയും. അവർ ഈ കോടതിയിലൊക്കെ പോയി വിധിയൊക്കെ നേടിയെടുത്ത് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി വിപ്രോയിൽ ജോലി ചെയ്യുന്ന, സന്തോഷത്തോടെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇവർ. ആരെയും അങ്ങനെ ഇല്ലാതെ ഒരു പെണ്ണും കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു, ഒരു പുരുഷൻ ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറായ ഒരാളെ ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നു. അതൊക്കെ കാലങ്ങൾ ഒരുപാട് മാറി. നേരത്തെയൊക്കെ നമുക്ക് ട്രാൻസ്ജെൻഡറിനോടൊക്കെ സംസാരിക്കാൻ പോലും ഒരു വല്ലാത്ത പുച്ഛ സമൂഹത്തിലുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവർ തന്നെ ഇപ്പോൾ വലിയ ഡോക്ടർമാരായും എന്താ പറയുക അഡ്വക്കേറ്റുമാരായും, അല്ലെങ്കിൽ പല ഈ സെക്സ് വർക്കർമാർ മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ലെസ്ബിയൻ എന്ന് പറയുന്നത് സെക്ഷുവൽ ഇത് മാത്രം ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി അവരൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും സമൂഹത്തിൽ പല മേഖലകളിലൊക്കെ അവർ വലിയ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ലെസ്ബിയൻ ബന്ധങ്ങൾ കാണുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക, നിങ്ങൾക്ക് എങ്ങനെ കുട്ടികൾ ഉണ്ടാവും, നിങ്ങൾ എങ്ങനെ സ്വകാര്യ ജീവിതം ആസ്വദിക്കും, നിങ്ങൾ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് സെക്സ് ചെയ്യാൻ പറ്റുന്നത്? ഇത് ഈ ഒരു സാധനമാണ് ഈ സമൂഹത്തിന് അറിയേണ്ടത്. അവരെ വഴിക്ക് വിട്ടു അവരെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്നുള്ളതല്ല. ഇവരെങ്ങനെയായിരിക്കും ഒരു സെക്സ്, ആണും കല്യാണം കഴിച്ച് എങ്ങനെയായിരിക്കും സെക്സ് ചെയ്യുന്നത്, പെണ്ണും കല്യാണം കഴിച്ച്, ഇതാണ് ചിന്ത മുഴുവൻ തലയ്ക്കകത്ത്. ഈ ലക്ഷ്മി എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അവർക്ക് കല്യാണം കഴിഞ്ഞൊരു മകനുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ കൊച്ചു വീട്ടിലിരുന്ന് ഇതൊക്കെ കാണും, കണ്ടവൻ മോശമായ രീതിയിൽ അവൻ്റെ ചിന്തകൾ വളരും. എനിക്ക് മനസ്സിലാവാത്ത എന്ത് മോശമായ ഉള്ള കാര്യമാണ് ഒരാണും ഒരു പെണ്ണും കല്യാണം കഴിക്കുന്നത്, അവനവന് ഇഷ്ടമുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ കഴിയുന്നത്, അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഈ കാലഘട്ടത്തിൽ അത്തരം സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് അത്തരം സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അമ്മ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഇവരെ എൻ്റെ വീട്ടിൽ കയറ്റില്ല, നിന്നെയൊക്കെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത എന്ത് തെറ്റാണ് ആ രണ്ട് പെൺകുട്ടികൾ ചെയ്തത്? മോഹൻലാൽ പറയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും. അദ്ദേഹം മാതൃക കാണിച്ചു കൊടുക്കണം, എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും, എനിക്കതിൽ മടിയില്ല എന്ന് പറയാൻ അദ്ദേഹം ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. പ്രേമലാലേട്ട പല വീടുകളിലും ഇപ്പോഴും ഇങ്ങനെയാണ്. പലരും ഇപ്പോൾ മുഖം ചുളിക്കുകയാണ് ചോദിക്കുന്നത്, ഭാര്യയും ഭർത്താവുക അതെങ്ങനെ? ഈ ഷോ കണ്ടിട്ട് പലരും മുഖം ചുളിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സാ എന്ന് പറഞ്ഞിട്ടൊരു വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടി അവരെ അകറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക്. സത്യത്തിൽ ഇതിൽ മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ അവതാരകയായിട്ടൊക്കെ പോയിട്ട് ഇതിൻ്റെ അകത്ത് കയറിയതാണ്. അതിൻ്റെ കയ്യിലുള്ള കുരുട്ടുബുദ്ധികൾ ഇനി ലോകത്തെ എനിക്ക് തോന്നുന്നു ട്രംപിന് പോലും ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നില്ല അതിൻ്റെ കയ്യിലുള്ളതിൻ്റെ അത്ര. എന്തോ ആവട്ടെ, ഒരു ഗെയിം ജയിക്കാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജി പയറ്റാൻ പറ്റുമോ അതിൻ്റെ ഒക്കെ അങ്ങ് അറ്റം പയറ്റും. കാരണം അതിലൂടെ ഉണ്ടാവുന്ന ഫെയിം, പൈസ,
മറ്റ് ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഓരോരുത്തരെ വലിയ രീതിയിൽ പിന്നെന്താ ആകർഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ആ രീതിയിൽ കളിക്കാൻ വന്നവരാണ്. എന്ത് ഉപയോഗിച്ച് അവർ അത് ജയിക്കാനുള്ള പല തന്ത്രങ്ങളും വരും. പക്ഷേ രണ്ട് സ്ത്രീകൾ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ, നിന്നോടൊക്കെ ആരാണ്, നീയൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി തരം താഴ്ത്തൽ നടത്തുമ്പോൾ ഇത് ആ 2 പേരെ മാത്രമല്ല ബാധിക്കുന്നത്, ആ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർ സമൂഹത്തിന് പുറത്തുണ്ട് അല്ലേ? ഈ ഷോയ്ക്ക് പുറത്ത് ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ജീവിക്കുന്നവർ. അവരെ ഒന്നടങ്കം അപമാനിച്ചിരിക്കുകയല്ലേ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ സ്ത്രീ. ഇവരുടെ കാഴ്ചപ്പാട് ജീവിതത്തിൽ ഒരിക്കലും മാറില്ല. ഇവരുടെ കാഴ്ചപ്പാട് ജീവിതത്തിൽ അവരെ വളർത്തിയിരിക്കുന്ന ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അവരുടെ കാഴ്ചപ്പാട് ഒരിക്കലും മാറില്ല. ആ കാഴ്ചപ്പാട് മാറാത്തവരാണ് അവരെ മകനെ വളർത്തുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ്. ആ ഭാഗത്തൊന്നും നമുക്ക് പോകാൻ കൊള്ളാത്തവരാണ്, നമുക്ക് സംസാരിക്കാൻ കൊള്ളാത്തവരാണ് അവരൊക്കെ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വളർന്നു വരുന്ന ആ കുട്ടിയുടെ മൈൻഡിൽ പോലും ഇൻജക്ട് ചെയ്ത് വെക്കുന്നത് ഇവരൊക്കെ മോശപ്പെട്ട ആളുകളാണ്, ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാഡ് മെസ്സേജാണ് അവരുടെ മകന് വരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് വരെ അവരുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇനിയും അവരെ ഇതിൻ്റെ അകത്ത് വച്ച് ഇങ്ങനെ ഒരു ഷോയ്ക്കുള്ളിൽ ഇത്തരം വേർതിരിവ്, മനുഷ്യനോട് തന്നെ വേർതിരിവ് കാണിക്കുന്ന ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. ഈ ഷോ എന്ന് പറയുമ്പോൾ ശരിയാണ്, നിങ്ങൾ ഈ ഷോയിലൂടെ മോഹൻലാൽ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ഷോയിലൂടെ സമൂഹത്തിന് നമ്മൾ നൽകുന്നത് ഒരുപാട് പേരെ അംഗീകരിക്കാൻ ആളുകൾക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ. നാളെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ കൂടെ ആയിരിക്കും, ഒരു ബെഡ് ഷെയർ ചെയ്യുന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ കപ്പിൾസിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗേയുടെ കൂടെ, ആരുടെ കൂടെ ആയാലും നമുക്കത് ഒരു മറയും ഒരു മനസ്സിൽ ഒരു ബുദ്ധിമുട്ടും തോന്നാതെ അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ വിജയം. എല്ലാ ലെസ്ബിയൻ കപ്പിളും എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും സെക്സ് വർക്കേഴ്സ് അല്ല. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആളുകൾ എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്. എനിക്ക് ഒരു പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളായിട്ട് മാറിയവർ ഓട്ടോ ഓടിച്ചും ഊബർ ഓടിച്ചും പിന്നെ എന്താ പറയുക ഡാൻസ് പഠിപ്പിച്ചും സ്കൂളിൽ അധ്യാപകരായും വക്കീലന്മാരായും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഒരു കാലത്ത് സമൂഹം ഇവരെയൊക്കെ തിരസ്കരിച്ച് നിർത്തിയ കാലത്താണ് അവർ മറ്റ് ഉപജീവന മാർഗങ്ങളില്ലാതെ ശരീരം വിറ്റും അല്ലെങ്കിൽ അതേപോലെയുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടും ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ സമൂഹം അവരെയൊക്കെ ഒരു പരിധി വരെ ഇപ്പോൾ തുറന്ന സമീപനത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഇത്തരം ആളുകൾ കടന്നു വരുന്നുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എത്രയോ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ പേർ, എത്രയോ വലിയ, അതായത് നമ്മൾ അതെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം വലിയ ജീവിതം. സൂര്യ ഇഷാൻ അപ്പോൾ ഇവരൊക്കെ അന്തസ്സോടെ എന്താ പറയുക, എങ്ങനെ ഇപ്പോൾ അവർ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ എങ്ങനെ മുന്നേറാമെന്ന് അവരൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. ആ മാനസികാവസ്ഥ നാളെ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ആർക്ക് വേണേലും വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെയും കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ.